റിയാസ് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ട. ദേശീയപാത ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ പാതയല്ലല്ലോ. അതിനല്ലേ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ എല്ലാവരെയും ക്ഷണിക്കണമെന്ന് എവിടെ ഏത് പ്രോട്ടോക്കോളാ? മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കണോ? മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുവനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുവനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് ഞങ്ങളൊക്കെ സദസ്സിൽ, അതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. കാരണം എല്ലാ സ്റ്റേറ്റ് മന്ത്രിമാരും വേദിയിലിരിക്കേണ്ട, ബന്ധപ്പെട്ട ചുമതലയുള്ള മന്ത്രിമാർ ഇരുന്നാൽ മതി. അത് അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എങ്ങനെ അവിടെ ഇരുന്നു? BJP സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ എന്താണ് റോൾ എന്ന ചോദ്യം അന്ന് ഉന്നയിച്ചിരുന്നു. ഒരു ന്യായമായ ചോദ്യമാണ്. അല്ല, ഞാൻ പറയുന്നത് വളരെ ന്യായമായ ചോദ്യമാണ്. ഇതൊരു പ്രശ്നമല്ല. നിങ്ങൾ വളരെ ഗൗരവത്തില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു വിഷയമല്ലേ? ഇപ്പോ ചൂരൽമലയുടെ വീട് വെക്കുന്ന പരിപാടിയുടെ ഭാഗമായി അല്ലെ മറ്റ് സ്റ്റേറ്റ് ഉദ്ഘാടന പരിപാടിയോ ഗോവിന്ദമാട്ട് പേര് അതിൽ വെച്ചാൽ അത് MLA ആണ്. ഇപ്പൊ ശ്രീ ബിനോയ് വിശ്വം ഇപ്പൊ MLA അല്ല, മുമ്പ് MP ആയിരുന്നു. അദ്ദേഹത്തെ വെച്ചാൽ അത് ശരിയാണോ? അത് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ LDF ഗവൺമെന്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എത്ര അന്തിച്ചർച്ച നടത്തുമായിരുന്നു, എത്ര ഡിസ്കഷൻ, എത്ര ദിവസം നീളുമായിരുന്നു. അപ്പൊ ഇത് ജനാധിപത്യപരമായി ശരിയല്ല. ഇത് തെറ്റായ നിലപാടാണ്.